കിടപ്പ് രോഗിയുടെ കട്ടിൽ മോഷണം പോയി. എന്തൊക്കെയാ കൊച്ചു നടക്കുന്നത്? ഒരു ബംഗാളി വരുന്നുണ്ടല്ലോ. ഞാൻ ബംഗാളിയല്ല, മലയാളിയാ. മലയാളിയാ? എന്തേലും വന്നത്? ഈ വീട്ടു ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞിട്ടാ വന്നത്. നിങ്ങക്ക് വീട്ടു ജോലി അറിയാമെന്ന് നമുക്ക് നോക്കണം. ആദ്യം നിങ്ങൾ എന്താക്കണം, ഇവിടെയുള്ള പണിയെല്ലാം ഒന്ന് എടുത്തിട്ട് കാണിക്ക്. എന്നാ നമുക്ക് എന്താക്കാം, നല്ല ശമ്പളത്തോടെ ഈ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ട് പണി. എന്താ പോരാ? അത് മതി. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത വീട്ടുടമസ്ഥനെതിരെ പോലീസ് കേസെടുത്തു. എന്ത് ചങ്ങാണത്, പണിയെടുത്തിട്ട് പൈസ കൊടുക്കാത്ത വല്ലാത്ത മനുഷ്യന്മാർ. സാറേ, പണിയെല്ലാം കഴിഞ്ഞ് ഓക്കെ അല്ലേ? പണിയെല്ലാം ഫുൾ ഓക്കെ, അടിപൊളിയാ. എന്നാ പിന്നെ എന്നെ ഇവിടെ സ്ഥിരാക്കിക്കൂടെ? എൻ്റെ അച്ഛൻ വന്നിട്ട് എല്ലാം ഒന്ന് നോക്കണം. അച്ഛനാ തീരുമാനിക്കുന്നത്. അച്ഛൻ വന്നിട്ട് നോക്കിയിട്ട് ചേച്ചീനെ അറിയിക്കാം. ചേച്ചി ഇപ്പം പോട് കേട്ടാ. എന്നാ ശരി. മാമ, എല്ലാ ദിവസവും കഴിയുന്നുണ്ടല്ലോ, എന്താ ആർക്കും പണിയെടുക്കാത്ത? അതാ എടാ പൊട്ടാ, പണിക്കാർക്കെല്ലാം പേതാ പൈസ വീട്ടു ജോലിക്കല്ലോ ഡെയിലി 800-900 കൊടുക്കണം. ഇതേട് നിർത്തി കൊടുക്കാനാ? കൊരപ്പണിയാങ്കിലും എടുത്ത് മുടിഞ്ഞ്. അന്നേരം ഇതുപോലത്തെ ഇന്റർവ്യൂ വെച്ചിട്ട് ഓരോരുത്തരെ വരുത്തുക. എന്നിട്ട് ഓല് പണിയെടുത്തിട്ട് ഓലം പോകും. നമ്മള് വിളിക്കൂലോ. ഇനിയിപ്പം നാളെ വേറെ എടുത്ത് വരും. എല്ലാം എന്താ ജീവിക്കുള്ള ഒരു കഷ്ടപ്പാട് വാച്ചു. മാമ